എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കുംസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. വീട്ടിലെപ്പോഴും ഉള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വൈകുന്നേരത്തെ ചായക്കായാലും അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടി കൂടിയാണ് ഈ ഒരു മുട്ടക്കുംസ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് പാനിൽ ഇട്ടിട്ട് വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. മിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ക്യാരറ്റിൽ നിന്ന് ഇറങ്ങി വരും. അതൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് പോയി ഡ്രൈ ആയി വരുമ്പോഴാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് റോസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ ക്യാരറ്റിന് പകരം വേണമെങ്കിൽ തേങ്ങ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടും ചേർക്കാം. ക്യാരറ്റ് ആയാലും തേങ്ങ ആയാലും നല്ല ടേസ്റ്റാണ്. രണ്ടും കൂടെ വേണമെങ്കിൽ രണ്ടും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല ഡ്രൈ ആയി നല്ല റോസ്റ്റ് പരുവത്തിൽ ആയിട്ടുണ്ട് ക്യാരറ്റ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗീ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഗീ ചേർത്തിട്ട് ഒരു മിനിറ്റോളം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ആക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ക്യാരറ്റ് വേണ്ടത്. ഒന്നൊന്നിന് ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് ഉണ്ടാവുക. ഇങ്ങനെ റോസ്റ്റായി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് കുംസിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗൾ എടുക്കുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗൾ തന്നെ എടുക്കുക. അതിലേക്ക് 3 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കണം. ആദ്യം സ്പീഡ് കുറച്ചിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടി കൊടുത്താൽ മതി. നിങ്ങളെ ബീറ്ററിന് എത്രയാണ് സ്പീഡ് ഉള്ളത് അതുവരെ സ്പീഡ് കൂട്ടി കൊടുക്കാം. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ക്രീം പരുവത്തിൽ ആയി കിട്ടും. ഇതുപോലെ നന്നായിട്ട് ക്രീം പരുവത്തിൽ ആവണം, എന്നാലാണ് നല്ല കുംസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് നല്ല ക്രീം പരുവത്തിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ. ബീറ്റർ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. സ്പീഡിൽ മിക്സ് ചെയ്യരുത്. ആ ഒരു പത താണു പോകാത്ത രീതിയിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് 5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്തത്. അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ പഞ്ചസാര എത്രയാണോ എടുത്തത് ആ ഒരു അളവിൽ തന്നെയാണ് മൈദപ്പൊടിയും എടുക്കേണ്ടത്. ക്യാരറ്റ് ചേർക്കുന്നത് കൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ കുറച്ചിട്ട് എടുത്തത്, അല്ലെങ്കിൽ ഹാർഡ് പോലെ ഉണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കുറച്ചിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു ക്യാരറ്റ് ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവനും ഇതിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. വിസ്കില്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ അങ്ങനെയെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് താണു പോകാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് ആ സൈഡിലായതൊക്കെ ഇതിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് നമ്മൾ ഏത് പാത്രത്തിലാണോ കുംസ് റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അടിയിൽ ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇതുപോലൊരു പാത്രം വെച്ച് ചൂടാക്കിയതിന് ഇനി ആ ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് അടിയിലും സൈഡിലും ഒക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഒരുപാട് വലിയ പാത്രം എടുക്കാണ്ട് ചെറിയ പാത്രം നോക്കിയെടുക്കുക കേട്ടോ. എന്നാലാണ് നല്ല കുംസ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ 3 മുട്ടക്കല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ പാത്രത്തിൽ ചെയ്യുമ്പോഴാണ് അത് നല്ല കാണാൻ ഭംഗിയുണ്ടാവുക. അപ്പോൾ ഗീ സ്പ്രെഡാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വലിയ കുംസാണ് വേണ്ടതെങ്കിൽ നമ്മളിപ്പോൾ 3 മുട്ടക്കല്ല ഇത് ചെയ്തത്, അപ്പോൾ 6 മുട്ടക്ക് എടുത്താൽ മതി. അപ്പോൾ പഞ്ചസാരൻ്റെയും മൈദപ്പൊടിൻ്റെ എല്ലാം അളവ് നമ്മളിപ്പോൾ 6 ടേബിൾ സ്പൂൺ ചേർക്കുന്നത് 12 ടേബിൾ സ്പൂൺ ചേർക്കുക, അങ്ങനെ എടുത്തിട്ട് ചെയ്താൽ മതി. അങ്ങനെ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് ക്യാരറ്റ് ബാക്കി വെച്ചില്ല, അത് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ക്യാരറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ഇടയ്ക്ക് ആ ക്യാരറ്റ് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റാണ്. ക്യാരറ്റൊന്നും ഇടാണ്ട് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം.
അപ്പോൾ ഇതാ ക്യാരറ്റെല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂടി കൊണ്ട് അടച്ചതിന് ശേഷം ആ മൂടിക്ക് ചെറിയ ഓട്ട ഉണ്ടല്ലോ, അതിതാ ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. അതിനുശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു കുംസ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കുംസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി ഇതാ ഇതുപോലെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. ബാറ്ററൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നല്ല ക്ലിയർ ആണ്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കുംസിൻ്റെ റെസിപ്പിയാണിത്. നല്ല സ്പോഞ്ച് പോലെയാണ് ഉണ്ടാവുക, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്കും അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.